പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം പുതുപ്പള്ളി പള്ളിപ്പെരുന്നാളിന് തുടക്കമായി. പ്രധാന പെരുന്നാൾ മെയ് 5, 6, 7 തീയതികളിലാണ് നടക്കുന്നത്. 7 നടക്കുന്ന വിശുദ്ധ 9 കുർബാനയ്ക്ക് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കി. മലങ്കര സഭയിലെ പുരാതന ദേവാലയമായ കോട്ടയം പുതുപ്പള്ളി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിന് വിശ്വാസസാന്ദ്രമായ തുടക്കം. ഗീവർഗീസ് സഹദായുടെ രക്തസാക്ഷിത്വ ദിനമായ ഏപ്രിൽ 23 മുതൽ മെയ് 23 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആചരണമാണ് പുതുപ്പള്ളി പള്ളിയിൽ നടന്നുവരുന്നത്. പ്രധാന പെരുന്നാളാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പെരുന്നാൾ കൊടിയേറ്റ് ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ സക്രിയ മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നും പെരുന്നാൾ കൊടിമര ഘോഷയാത്ര ദേവാലയത്തിലേക്ക് നടന്നു. വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയായിരുന്നു ഇരുകരകളിൽ നിന്നുമുള്ള ഇരട്ട കൊടിമരങ്ങൾ ദേവാലയത്തിലേക്ക് എത്തിച്ചത്. തുടർന്ന് പ്രത്യേക അലങ്കാരങ്ങൾ നടത്തിയ ശേഷമാണ് പെരുന്നാൾ കൊടിയേറ്റ് കർമ്മവും നടന്നത്. തുടർന്ന് പെരുന്നാൾ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ ആൻഡ്രൂസ് ടി ജോൺ നിർവഹിച്ചു. ഏപ്രിൽ 29-ന് 80 വയസ്സ് കഴിഞ്ഞ ഇടവകാംഗങ്ങളെ ആദരിക്കലും വയോജന സംഗമവും നടക്കും. മെയ് 1-നാണ് പുതുപ്പള്ളി കൺവെൻഷൻ നടക്കുന്നത്. 2-ാം തീയതി രാവിലെ 9 മണിക്ക് വെച്ചൂട്ട് സദ്യയ്ക്കുള്ള മാങ്ങാരിയൽ കർമ്മത്തിന് തുടക്കമാകും. മെയ് 3-ന് നടക്കുന്ന വിശുദ്ധ 3 കുർബാനയ്ക്ക് കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറോസ് പ്രധാന കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 11:30-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഓർഡർ ഓഫ് സെന്റ് ജോർജ് പുരസ്കാരം വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന് സമ്മാനിക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി നിർവഹിക്കും. വെച്ചൂട്ടിനുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കലും ഉച്ചകഴിഞ്ഞ് നടക്കും. പെരുന്നാൾ റാസ മെയ് 5-ന് വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് വൈകിട്ട് നടക്കേണ്ടിയിരുന്ന ആകാശവിസ്മയ കാഴ്ച കരിമരുന്ന് പ്രയോഗവും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ തുക പൂർണ്ണമായും കാതോലിക്ക ബാവയുടെ സഹോദരൻ ജീവകാരുണ്യ പദ്ധതിയിലേക്ക് നൽകുമെന്നും ദേവാലയ അധികൃതർ അറിയിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പ്രധാന പള്ളികളിലൊന്നായി പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ ചടങ്ങുകൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വിവിധ കമ്മിറ്റികളിൽ കൂടി വെടിക്കെട്ട്, പാചകം, കോഴിനേർച്ച, റാസ, അതുപോലെ പള്ളിയുടെ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 3-ാം തീയതി എല്ലാ വർഷവും കൊടുക്കുന്ന ഓർഡർ ഓഫ് സെന്റ് ജോർജ് എന്ന പുരസ്കാരം MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5-ാം തീയതി വിവിധ കരകളിൽ നിന്നും വിവിധ കുരിശടികളിൽ നിന്നുള്ള റാസ 6 മണിയോടുകൂടി തുടങ്ങും. 8 മണിയോടുകൂടി പുതുപ്പള്ളിയിൽ എത്തിച്ചേരും. 8 മണിക്ക് ശേഷം നടത്താൻ തീരുമാനിച്ചിരുന്ന കരിമരുന്ന് പ്രയോഗം ഈ വർഷത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നിർദ്ദേശമനുസരിച്ചും ഞങ്ങൾ നടത്തുന്നില്ല എന്ന് ഏകകണ്ഠീയമായി മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. ഏപ്രിൽ 23-ാം തീയതി മുതൽ മെയ് 23-ാം തീയതി വരെ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷം ഈ പള്ളിയിൽ നടന്നു വരികയാണ്. ഏപ്രിൽ 23-ാം തീയതി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രക്തസാക്ഷിത്വം നടന്നു. അതുമുതൽ ഉള്ള ദിവസങ്ങൾ കേരളത്തിലും രാജ്യമെമ്പാടും എല്ലായിടത്തും ഈ പെരുന്നാൾ വളരെയേറെ ഭക്തിപൂർവ്വം ആഘോഷിച്ചു വരികയാണ്. പുതുപ്പള്ളി വലിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആയിരങ്ങൾ നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ ഈ സമയങ്ങളിൽ വരികയും നേർച്ച കാഴ്ചകളോടുകൂടെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി വരുന്ന ഒരു കാലഘട്ടം ആണ് ഈ സമയം. മെയ് 6-നാണ് ദേവാലയത്തിലെ ചരിത്രപ്രസിദ്ധമായ പൊന്നിൻ കുരിശ് വിശുദ്ധ മദ്ബഹായിൽ പ്രതിഷ്ഠിക്കുന്നത്. തുടർന്ന് വിറകിടിയിൽ ഘോഷയാത്രയും നടക്കും.
ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണവും വൈകിട്ട് 7:30 ആരംഭിക്കും. വലിയ പെരുന്നാൾ ദിനമായ മെയ് 7 പുലർച്ചെ 1 മണിക്ക് വെച്ചൂട്ടിനുള്ള അരിയിടിയിൽ ചടങ്ങ് നടക്കും. തുടർന്ന് 8:30 നടക്കുന്ന വിശുദ്ധ 9 കുർബാനയ്ക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിക്കും. വെച്ചൂട്ട്, നേർച്ച സദ്യ, കുട്ടികൾക്കുള്ള ആദ്യ ചോറൂട്ട്, പെരുന്നാൾ പ്രദക്ഷിണം, നേർച്ച വിളമ്പ് എന്നിവയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. പെരുന്നാളിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നതെന്നും ദേവാലയ അധികൃതർ അറിയിച്ചു. ACB ന്യൂസ്, കോട്ടയം.